നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ 5 മിലിറ്ററി ഓഫീസേഴ്സിന്റെ അതിസാഹസികവും ഓരോ നിമിഷവും ത്രില്ലടിപ്പിക്കുന്നതുമായ ഒരു അടിപൊളി മസ്റ്റ് വാച്ച് ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. മിലിറ്ററിയിൽ നിന്നും വിട്ടതിനു ശേഷം എല്ലാ ആളുകളുടെയും അവസ്ഥ പോലെ തന്നെ ഇപ്പോൾ അവരുടെ ജീവിതവും ഫാമിലിയും പ്രാരാബ്ദങ്ങളുമായി കുറച്ച് കഷ്ടത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ 5 പേരും കൂടി ഒരു ഹീസ്റ്റ് പ്ലാൻ ചെയ്യുന്നതും അവരുടെ പ്ലാൻ വിചാരിച്ച പോലെ നടക്കുമോ എന്നെല്ലാം നമുക്ക് ഈ കഥയിലൂടെ കേൾക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ പിന്നെ പിടിച്ചിരുന്നോ, നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം. ഈ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ ആർമി ഓഫീസേഴ്സിന് ക്ലാസ് എടുക്കുന്നത് കാണിക്കുന്നു. അയാളുടെ പേരാണ് വില്യം ഒരു എക്സ് മിലിറ്ററി ഓഫീസറാണ്. നമ്മുടെ ഈ കഥയിലെ 5 പേരിൽ ഒരാളാണ് വില്യം. അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ ഈ കഥയിലെ ഹീറോയെ ആണ്, സാന്റിയാഗോ. അയാൾ ഇപ്പോൾ ഒരു പ്രൈവറ്റ് മിലിറ്ററി അഡ്വൈസറായി ഒരു മിഷന്റെ ഭാഗമായി മെക്സിക്കോയിൽ വന്നിരിക്കുന്നത് കാണിക്കുന്നു. അവിടെ ഒരു ഡ്രഗ് മാഫിയ ലീഡറിനെ പിടിക്കാനായി അവരെല്ലാവരും ഒരു ബിൽഡിംഗ് വളയുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും മിലിറ്ററിക്ക് നേരെ മാഫിയ ടീം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് കണ്ട ഹീറോ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ബിൽഡിംഗിൽ കയറി മാഫിയ ഗാങ് ഒളിച്ചിരുന്നിരുന്ന ബിൽഡിംഗ് മൊത്തത്തിൽ അടിച്ചിടുന്നു. ഇതുപോലത്തെ ഓപ്പറേഷനുകളിൽ നല്ല എക്സ്പെർട്ട് ആയിരുന്നു ഹീറോ. അത് കഴിഞ്ഞ് ഹീറോയും ടീമും അവിടെയുള്ളവരെയെല്ലാം കീഴടക്കുന്നു. മാഫിയ ഗാങ്ങിന്റെ ലീഡറിനെ പൂട്ടാനായാണ് ഇന്നത്തെ മിലിറ്ററി ഓപ്പറേഷൻ നടന്നത്. പക്ഷേ ലീഡർ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ബാക്കി ആളുകളെയെല്ലാം അറസ്റ്റ് ചെയ്ത് വാനിൽ കയറ്റുന്നതിന്റെ ഇടയിൽ അതിലുണ്ടായിരുന്ന ഒരു ലേഡി പോലീസിന്റെ പിടിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു പോകുന്നു. ഇത് കണ്ട ഹീറോ അവളെ പിടിക്കാനായി പിന്നാലെ പോകുന്നുണ്ട്. കുറച്ചു ദൂരം ഓടിക്കഴിയുമ്പോൾ ഹീറോയ്ക്ക് അവളെ മിസ്സാവുന്നുണ്ട്. അപ്പോൾ ഹീറോ അയാളുടെ മിലിറ്ററി വെസ്റ്റ് ഊരി അവിടെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ച് ഒരു വീട്ടിലേക്ക് കയറി പോകുന്നു. അപ്പോൾ നേരത്തെ രക്ഷപ്പെട്ടു പോയ പെണ്ണ് അവിടെ നിൽക്കുന്നു. അവൾ ഹീറോയുടെ ഒരു സീക്രട്ട് ഇൻഫോർമർ ആയിരുന്നു. ഇന്നത്തെ ഓപ്പറേഷനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ, എന്നിട്ടും നീ എന്താ അവിടെ ചെയ്തിരുന്നത് എന്ന് ഹീറോ അവളോട് ചോദിക്കുന്നു. അവിടെ എന്റെ അനിയനുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം എന്ന് പറയുന്നു. പക്ഷെ ഹീറോ അതൊന്നും നടക്കില്ല എന്ന് പറയുന്നു. ഇത് കേട്ട അവൾ ഡ്രഗ് മാഫിയ ലീഡറിന്റെ ഒളിത്താവളം എവിടെയാണെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു. അയാൾ കാടിന്റെ നടുവിൽ ഒരു വീട് വെച്ച് ഒളിച്ചു താമസിക്കുകയാണ്. ആ വീട്ടിലാണ് അയാളുടെ ഇല്ലീഗൽ ക്യാഷ് മൊത്തമായും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് അവൾ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. പകരം അവളുടെ അനിയനെ പോലീസിന്റെ കയ്യിൽ നിന്നും ഹീറോ രക്ഷപ്പെടുത്തണം. അതാണ് അവരുടെ ഡീൽ. കട്ട് ചെയ്ത് കാണിക്കുന്നത് ഹീറോ വില്യമിന്റെ അടുത്ത് വന്ന് മീറ്റ് ചെയ്യുന്നതാണ്. അവർ കുറെ കാലം കഴിഞ്ഞാണ് കാണുന്നത്. ഹീറോ വില്യമിനോട് ഒരു മിഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ മിഷൻ ഒരു സീക്രട്ട് മിഷനാണ്. മാത്രമല്ല നല്ല റിസ്ക്കും ഉള്ളതുകൊണ്ട് നമ്മുടെ ടീമിനെ മൊത്തം ഈ മിഷനായി എനിക്ക് വേണമെന്ന് പറയുന്നു. അപ്പോൾ വില്യം പറയുന്നത്, ഞാൻ ഇപ്പോഴും റെഡിയാണ്, പക്ഷെ നമ്മുടെ ടീമിലെ ബാക്കി ആളുകൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ടോം. അത് നീ പേടിക്കേണ്ട, അതെല്ലാം ഞാൻ സെറ്റാക്കാം എന്ന് ഹീറോ പറയുന്നു. കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ടോമിനെയാണ്. ടോം ഇപ്പോൾ ജീവിക്കാനായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ക്ലയന്റിനെ കാണിച്ചു കൊടുത്ത പ്രോപ്പർട്ടി അയാൾ റിജക്ട് ചെയ്തതിന്റെ ദേഷ്യത്തിലാണ് ടോം. അങ്ങനെ വരുമ്പോഴാണ് ഹീറോയെ കാണുന്നത്. ടോമിന്റെ സംസാരത്തിൽ നിന്ന് അയാൾ ഇപ്പോൾ പൈസയ്ക്കായി നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഹീറോ ഒരു മിഷൻ ഉണ്ട്, അത് നമ്മൾ നന്നായി ചെയ്തു കൊടുത്താൽ കുറെ ക്യാഷ് കിട്ടും എന്ന് പറയുന്നു. എന്നിട്ട് നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ടോം ഒരു ഫാമിലി മാനായി മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പുതിയ പ്രശ്നങ്ങൾ ഇനി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ 2 പേരും കൂടി ടോമിന്റെ വീട്ടിലെത്തുന്നു. വീട്ടിൽ നിന്ന് ടോമിന്റെ മകളെ പിക്ക് ചെയ്ത് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന വഴിയിൽ ഹീറോ അവരുടെ ആ മിഷനെ കുറിച്ച് ടോമിനോട് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രഗ് മാഫിയ ലീഡറിനെ പറ്റിയാണ് പറയുന്നത്. അയാളുടെ മെക്സിക്കോയിലെ കാടിനു നടുവിലുള്ള വീട്ടിൽ $75 മില്യൺ ഇല്ലീഗൽ മണി ഉണ്ടെന്നും അത് നമ്മൾ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 25% കമ്മീഷൻ കിട്ടുമെന്നെല്ലാം ഹീറോ പറയുന്നു. ടോം അത് കേട്ട് ഷോക്കായി ഇത് ഇല്ലീഗൽ മിഷൻ ആണോ എന്ന് ഹീറോയോട് ചോദിക്കുന്നു. ഒരിക്കലുമല്ല, ഇതെല്ലാം ഗവൺമെന്റ് അറിഞ്ഞുള്ള മിഷനാണ് എന്നാണ് ഹീറോ പറയുന്നത്. ഇത് കേട്ട് ടോമിന് ചെറുതായി താല്പര്യം വന്ന പോലെ നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി കാണിക്കുന്നത് അടുത്ത ടീം മെമ്പറിനെയാണ്. അവനാണ് ബെൻ. ബെൻ ഒരു MMA ഫൈറ്റർ ആണ്. ഹീറോയും വില്യമും കൂടി ബെന്നിനെ കാണാൻ വന്നിരിക്കുകയാണ്. അവരുടെ ടീമിലെ പൈലറ്റ് ആയിരുന്ന ഫ്രാൻസിസ്കോയെയും അവിടെ വെച്ച് കാണിക്കുന്നുണ്ട്. ഹീറോ അവരുടെ ഈ മിഷനെ കുറിച്ച് പറയുമ്പോൾ ഫ്രാൻസിസ്കോ വലിയ താല്പര്യം കാണിക്കുന്നില്ല. പക്ഷെ കമ്മീഷനെ കുറിച്ച് കേൾക്കുമ്പോൾ അയാളും എല്ലാവരെയും പോലെ താല്പര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ ബെന്നിന്റെ ഫൈറ്റ് കാണാനായി എല്ലാവരും കൂടി പോകുന്നു. അവിടെ ടോമും എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഈ മിഷന് പോകാനായി എല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് അവർ എല്ലാവരും ഹേസ്റ്റ് പ്ലാൻ ചെയ്യാനായി മെക്സിക്കോയിലെ കാടിനുള്ളിൽ എത്തിയിരിക്കുന്നതാണ്. ഡ്രഗ് മാഫിയ മുതലാളി രഹസ്യമായി താമസിക്കുന്ന വീട് കണ്ടുപിടിക്കുന്നു.
അവിടെ എത്ര സെക്യൂരിറ്റികൾ ഉണ്ടെന്ന് അവരെല്ലാവരും ചേർന്ന് നിരീക്ഷിക്കുമ്പോൾ ഫ്രാൻസിസ്കോ അവിടെ 2 കുട്ടികളെ കാണുന്നു. ഇവിടെ ഫാമിലി ഉള്ളതുകൊണ്ട് എനിക്ക് ഈ പരിപാടിക്ക് താല്പര്യമില്ല എന്നയാൾ പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോ സാന്റിയാഗോ അവരുടെ യഥാർത്ഥ പ്ലാനിനെ പറ്റി പറയുന്നത്. സൺഡേ മോർണിംഗ് 6 മണിക്കാണ് നമ്മൾ ഈ മിഷൻ പ്ലാൻ ചെയ്യുന്നത്. ഈ ഡ്രഗ് മുതലാളിയുടെ ഫാമിലി നല്ല ദൈവവിശ്വാസികളാണ്. അതുകൊണ്ട് എല്ലാ സൺഡേയും മോർണിംഗിൽ അയാളുടെ ഫാമിലി ചർച്ചിൽ പോകുന്നതാണ്. ആ സമയത്താണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഫാമിലിക്ക് സെക്യൂരിറ്റിക്കായി അവരുടെ കൂടെ ഇവിടെയുള്ള പകുതിയിൽ കൂടുതൽ സെക്യൂരിറ്റികൾ പോകും. അതുകൊണ്ട് ആ സമയത്ത് അവിടെ ആകെ 3 സെക്യൂരിറ്റികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 40 മിനിറ്റിനുള്ളിൽ നമുക്ക് വീടിനുള്ളിൽ കയറി മൊത്തം പരിപാടിയും തീർത്ത് പുറത്തു കടക്കണം. അതിനുള്ളിൽ പൈസയും എടുത്ത് വേണ്ടി വന്നാൽ ഡ്രഗ് മുതലാളിയെയും തട്ടിക്കളയണമെന്ന് ഹീറോ പറയുന്നു. അപ്പോഴാണ് ഡ്രഗ് മുതലാളിയെ കാണിക്കുന്നത്. അയാളുടെ പേരാണ് ലോറിയ. അയാളെ ചതിച്ച 3 പേരെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതാണ് അവർ കാണുന്നത്. ഹീറോയുടെ ആ സീക്രട്ട് ഇൻഫോർമറായ ലേഡി ആ വീട്ടിലേക്ക് ഒരു വാനിൽ പോകുന്നത് കാണിക്കുന്നു. അവളാണ് ഡ്രഗ് മുതലാളി ലോറിയയുടെ അക്കൗണ്ട്സ് എല്ലാം നോക്കുന്നത്. പതിവ് പോലെ ക്യാഷ് കൊണ്ടുവന്നതാണ് അവൾ. ഇവളെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ടോം ഹീറോയോട് ചോദിക്കുന്നു. അവളെ വിശ്വസിക്കാം, കാരണം അവളുടെ ബ്രദറിനെ ഞാൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണമെന്നതാണ് ഞങ്ങൾ തമ്മിലുള്ള ഡീൽ എന്ന് ഹീറോ പറയുന്നു. പിന്നീട് അവർ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി അവരെല്ലാവരും കൂടി ബാറിൽ വെച്ച് മിഷനെ കുറിച്ച് സംസാരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഈ ഓപ്പറേഷൻ ഇല്ലീഗലാണെന്നത്. അതോടുകൂടി എല്ലാവരും ഹീറോയുടെ നേരെ തിരിയുന്നു. എല്ലാ കാര്യങ്ങളും ലീഗലാണ്, ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ എല്ലാവരെയും ഹീറോ സമ്മതിപ്പിച്ചത്. ഈ മിഷൻ ലീഗലായി ചെയ്താൽ ലോറിയ സിമ്പിളായി രക്ഷപ്പെടും. കാരണം അയാൾക്ക് എല്ലായിടത്തും ചാരന്മാർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. മാത്രമല്ല അവിടുന്ന് അടിച്ചു മാറ്റുന്ന ക്യാഷ് മുഴുവൻ നമുക്കെല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാം. എല്ലാവർക്കും പണത്തിന് അത്യാവശ്യവും ഉണ്ടായിരുന്നു. ഇത്രയും കാലം അവരുടെ സ്കിൽസ് എല്ലാം നാടിനു വേണ്ടി ഉപയോഗിച്ച് ആർക്കും കാര്യമായി ഒന്നും കിട്ടിയിട്ടില്ല. ഈ ഒരൊറ്റ തവണ നമുക്ക് നമ്മുടെ സ്കിൽസ് യൂസ് ചെയ്താൽ എല്ലാവർക്കും സെറ്റിലാകാനുള്ള ക്യാഷ് ഉണ്ടാക്കാം എന്നെല്ലാം പറഞ്ഞ് ഹീറോ ഒരുവിധം എല്ലാവരെയും കൺവിൻസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും മിലിറ്ററിയിൽ വലിയ പൊസിഷനുകളിൽ ഇരുന്നവർ ആയിരുന്നു. പക്ഷെ റിട്ടയർഡ് ആയതിനു ശേഷം ജീവിക്കാനായി ശരിക്കും കഷ്ടപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഓക്കെ പറഞ്ഞതിന് ശേഷം അവർ കാറിൽ ഇരുന്നു കൊണ്ട് സൺഡേ ചെയ്യാനുള്ള മിഷന്റെ പ്ലാനിങ്ങിലാണ്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് സൺഡേ ലോറിയയുടെ ഫാമിലി ചർച്ചിൽ പോകുന്ന ടൈമിൽ ഒരു 40 മിനിറ്റ് സമയം നമുക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ലഭിക്കും. 40 മിനിറ്റിനുള്ളിൽ നമ്മൾ വീടിനകത്ത് കയറുകയും പണം കണ്ടുപിടിക്കുകയും അത് പാക്ക് ചെയ്ത് പുറത്തിറങ്ങുകയും വേണം. പണവുമായി നമുക്ക് തിരിച്ചു വരാൻ ഒരു വണ്ടി വേണം. അത് ഹീറോയുടെ ഇൻഫോർമർ പെണ്ണിനോട് പറഞ്ഞ് അവിടെ അറേഞ്ച് ചെയ്യണം. വണ്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത്രയും പണം സേഫായി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു ഹെവി വെയിറ്റ് താങ്ങാൻ പറ്റുന്ന ഹെലികോപ്റ്റർ ആണ്. അത് ഫ്രാൻസിസ്കോയോട് അറേഞ്ച് ചെയ്യാനും ടോം പറയുന്നുണ്ട്. ടോം ആണ് ഈ മൊത്തം ഓപ്പറേഷന്റെ ക്യാപ്റ്റൻ. അടുത്ത ദിവസം നമ്മുടെ ഹീറോ ഇൻഫോർമർ ലേഡിയെ കാണാൻ വന്നിരിക്കുകയാണ്. ഈ വരുന്ന സൺഡേ ലോറിയന്റെ വീട്ടിൽ ഒരു വാൻ അറേഞ്ച് ചെയ്യാൻ അവളോട് പറയുന്നു. അവൾക്കത് ചെയ്തു കൊടുക്കാനായി നല്ല പേടിയുണ്ട്. കാരണം അവളാണ് ഇൻഫോർമർ എന്ന് ലോറിയൻ എങ്ങാനും മനസ്സിലാക്കിയാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. എന്നാൽ ഹീറോ അവളെയും അനിയനെയും പുതിയ പാസ്പോർട്ട്സ് ഉണ്ടാക്കി പുറത്തുള്ള രാജ്യത്തേക്ക് പോകാനായി സഹായിക്കാം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല 2 മില്യൺ പണം കൊടുക്കാമെന്നും പറയുന്നു. അവൾ അതിന് ഓക്കെ പറഞ്ഞ് ഹീറോയുടെ കയ്യിൽ ഒരു ഫോൺ ഏൽപ്പിച്ചു പോകുന്നു. കട്ട് ചെയ്ത് കാണിക്കുന്നത് ഒരു കണ്ടെയ്നർ യാർഡാണ്. അവിടെ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഹീറോ അറേഞ്ച് ചെയ്ത കുറെ വെപ്പൺസ് കാണിക്കുന്നുണ്ട്. ടോം നല്ല ടെൻഷനിലാണ്. കാരണം ഇതെങ്ങാനും പിടിക്കപ്പെട്ടാൽ പിന്നെ അവർക്ക് ഇപ്പോൾ കിട്ടുന്ന പെൻഷൻ പണം പോലും കിട്ടില്ല. അതുകൊണ്ട് ഇതിനിടയിൽ വേറെ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ഹീറോയോട് പറയുന്നുണ്ട്. അതിനുശേഷം 2 പേരും കൂടി കണ്ടെയ്നറിന്റെ അകത്ത് പോയി എല്ലാവരുമായി ഫൈനൽ പ്ലാനിംഗ് ചെയ്യുന്നു. ഹീറോ ഇൻഫോർമർ ലേഡി കൊടുത്ത ആ ഫോൺ കാണിച്ച് അതിനുള്ളിൽ ലോറിയന്റെ വീട്ടിലെ എല്ലാ മുറികളുടെയും വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അതിൽ അവൾ ആ വീടിന്റെ ഉള്ളിലുള്ള എല്ലാ മുറികളുടെയും വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ നോക്കി അവർക്ക് എവിടെയാണ് സെക്യൂരിറ്റി റൂം ഉള്ളത്, ആ വീട്ടിൽ എത്ര ബെഡ്റൂംസ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നു. അപ്പോൾ ടോം എല്ലാവരോടുമായി പറയുകയാണ്, നമ്മൾ നാളെ ചെയ്യാൻ പോകുന്ന മിഷനിൽ നോർമൽ മിലിറ്ററി മിഷനിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജസും ഇല്ല. മെഡിക്കൽ സപ്പോർട്ട് ഇല്ല, ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുമാത്രമല്ല ഈ മിഷന് ശേഷം എന്തു സംഭവിച്ചാലും നമുക്ക് ഇനിയൊരു നോർമൽ ലൈഫ് ഉണ്ടാകുകയില്ല. കാരണം നാളെ കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡറിൽ ഫ്ലാഗ് വെച്ച് രാജ്യത്തിനു വേണ്ടി പോരാടിയ പോരാളികളല്ല, മറിച്ച് ക്രിമിനൽസ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മുടെ മിഷന്റെ ഇടയിൽ ലോറിയന്റെ ഫാമിലി ചർച്ചിൽ നിന്ന് അവിടെ എത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാലോ ഈ മിഷൻ നമ്മൾ അപ്പോൾ തന്നെ അബോർട്ട് ചെയ്ത് തിരിച്ചു വരും. ഈ മിഷന് വേണ്ടി ആരുടെയും ജീവൻ നമ്മൾ എടുക്കാൻ പാടില്ല. മാത്രമല്ല ഈ മിഷൻ കഴിയുന്നതോടുകൂടി ഒന്നല്ലെങ്കിൽ നല്ലൊരു ലൈഫ്
വൈഫുമായി നമുക്ക് സെറ്റിലാവാം, അല്ലെങ്കിൽ വലിയ ഒരു പ്രശ്നത്തിലേക്കായിരിക്കും നമ്മൾ പോയി വീഴുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ മിഷനിൽ നിന്ന് പിന്മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞ് ടോം എല്ലാവരെയും നോക്കുന്നു. മോഷണം കൂടാതെ ഡ്രഗ് ലോഡ് ലോറിയനെ കൊല്ലാനും അവർക്ക് പ്ലാനുണ്ട്. എല്ലാവരും മിഷൻ റെഡിയായി അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം മോർണിംഗിൽ അവർ ലോറിയന്റെ ഫാമിലി ചർച്ചിലേക്ക് പോകാനായി വെയിറ്റ് ചെയ്യുകയാണ്. നല്ല മഴയുമുണ്ട്. അപ്പോൾ ലോറിയന്റെ ഫാമിലിയും സെക്യൂരിറ്റി ഗാർഡ്സും 2 വാനിൽ പോകുന്നത് അവർ കാണുന്നു. അപ്പോൾ ഇനി അവിടെയുള്ളത് 3 ഗാർഡ്സ് മാത്രമാണ്. ആദ്യം തന്നെ അവർ വീടിന്റെ പുറത്തുണ്ടായിരുന്ന ഒരാളെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അടിച്ചു വീഴ്ത്തുന്നു. എന്നിട്ട് അകത്ത് കയറി നോക്കുമ്പോൾ കിച്ചണിൽ നിന്നിരുന്ന അടുത്ത ആളെയും സൈലന്റായി വീഴ്ത്തുന്നു. എന്നിട്ട് കൈയും കാലും കെട്ടിയിടുന്നു. 2 ആളുകളെയും സൈലന്റായി ഒതുക്കി അടുത്ത ആളെ നോക്കി പോകുമ്പോൾ അയാൾ അവരെ കാണുകയും അപ്പോൾ പെട്ടെന്ന് ഫ്രാൻസിസ്കോ അയാളുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. വെടിയുടെ ഒച്ച എന്തായാലും ലോറിയൻ കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് അവർ ഒന്നുകൂടി അലർട്ടായി വീട് ഫുള്ളായി അയാളെ സെർച്ച് ചെയ്യുന്നു. പക്ഷെ വീട് മൊത്തം അരിച്ചു പറക്കിയിട്ടും അവർക്ക് അയാളുടെ ഒരു പൊടി പോലും കിട്ടുന്നില്ല. എല്ലാവരും അയാൾ പണവുമായി രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് ടെൻഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഹീറോ, നിങ്ങൾക്കാർക്കെങ്കിലും ഒരു സ്മെല്ല് കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അല്ല, ഇവിടെ പെയിന്റിന്റെ സ്മെല്ലുണ്ട്, അതും പുതിയതായി ഇപ്പോ അടിച്ച മണമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ പെയിന്റിന്റെ ടിൻ ഇരിക്കുന്നത് കാണിക്കുന്നു. അപ്പോഴാണ് റൂമിന്റെ ചുമർ ഇപ്പോൾ പെയിന്റ് ചെയ്തതാണെന്ന് മനസ്സിലാകുന്നത്. ഹീറോ ആ ചുമരിൽ ഇടിച്ചു നോക്കുമ്പോൾ അതിനകത്ത് നിറച്ച് പണം കാണുന്നു. ആ വീടിന്റെ ചുമരുകളിലായിരുന്നു പണം ഒളിപ്പിച്ചിരുന്ന സേഫ്. അങ്ങനെ എല്ലാവരും കൂടി ചുമരെല്ലാം ഇടിച്ചു പൊളിച്ച് പണം എടുക്കുന്നു. എന്നിട്ട് നോക്കുമ്പോഴാണ് അവർ വിചാരിച്ചതിനേക്കാളും കൂടുതൽ പണം അവിടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ആ വീടിന്റെ എല്ലാ ചുമരുകളിലും നിറയെ പണമായിരുന്നു. ഇത്രയധികം പൈസ കണ്ട് എല്ലാവരും സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ എന്ന അവസ്ഥയിലാണ്. എല്ലാവരും കൂടി കൊണ്ടുവന്ന ബാഗിൽ പറ്റാവുന്നത്ര ക്യാഷ് നിറച്ച് വണ്ടിയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ബാഗ് വെച്ച് വെച്ച് വാൻ ഫുള്ളാകുന്നു. അവർ വിചാരിച്ചിരുന്നത് $75 മില്യൺ ആയിരുന്നെങ്കിൽ അവിടെ വീടിന്റെ എല്ലാ ചുമരിലും നിറയെ കണക്കില്ലാത്ത അത്രയും പണമുണ്ടായിരുന്നു. അവിടെ പരിപാടികൾ അങ്ങനെ ഉഷാറായി നടക്കുന്നു. പക്ഷെ അവർ വിചാരിച്ച 40 മിനിറ്റ് സമയം കഴിയാറായി എന്ന് വില്യം ടോമിനോട് പറയുന്നു. എന്നാൽ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതുവരെ കറക്റ്റായി പ്ലാനുകൾ ഉണ്ടായിരുന്ന ടോമിന് അത്രയും പണം അവിടെ കണ്ടപ്പോൾ എല്ലാം മറന്നുപോയി. ഇത്രയധികം പണം ഇവിടെ വെറുതെ വിട്ട് വരാൻ പറ്റില്ല. ഇനിയൊരു എക്സ്ട്രാ 10 മിനിറ്റ് കൂടി നമുക്ക് എടുക്കാം എന്ന് ടോം പറയുകയാണ്. ഹീറോ പറയുന്നത്, ഇവിടെ നമ്മൾ വിചാരിച്ചതിലും കുറേയധികം പണമുണ്ട്. പക്ഷെ ഇത് മൊത്തം എങ്ങനെ വന്നാലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന അത്രയും പണമെടുത്ത് ലോറിയനെ കണ്ടുപിടിച്ച് വകവരുത്തി ഈ വീടും കത്തിച്ച് അയാളുടെ ഫാമിലി ചർച്ചിൽ നിന്നും തിരിച്ചെത്തുന്നതിനു മുമ്പ് നമുക്ക് രക്ഷപ്പെടാം എന്ന് പറയുന്നു. എന്നിട്ട് ഹീറോ ലോറിയനെ അന്വേഷിച്ചു പോകുന്നു. അതുകൂടാതെ വീട് കത്തിക്കാനായി ഫ്യൂവലും അവിടെയെല്ലാം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഒരു റൂമിൽ എത്തി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അലമാരയുടെ പിറകിലെ സീക്രട്ട് റൂമിൽ ഒളിച്ചിരുന്ന ലോറിയ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. ഇത് കണ്ട ഹീറോ അപ്പോൾ തന്നെ ലോറിയയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അതിനുള്ളിൽ കയറി നോക്കുമ്പോൾ ലോറിയ ഒളിച്ചിരുന്ന സീക്രട്ട് റൂമിലും നിറച്ച് പണം തന്നെയാണ്. ആ വീട്ടിൽ എവിടെ നോക്കിയാലും പണം തന്നെയാണ് കാണുന്നത്. നേരത്തെ ലോറിയ ഷൂട്ട് ചെയ്തപ്പോൾ വില്യമിന്റെ വയറിലാണ് വെടികൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കിയ അവർ ഉടനെ തന്നെ എല്ലാവരും കൂടി വില്യമിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാമെന്ന് പറയുമ്പോഴാണ് ഫാമിലിക്ക് സെക്യൂരിറ്റിക്ക് പോയ വാൻ ചർച്ചിൽ നിന്ന് തിരിച്ചു വരുന്നത് അവർ കാണുന്നത്. അവിടെ അവർ വിചാരിച്ചതിലും കൂടുതൽ പണമുള്ളത് കാരണം അവരുടെ മിഷൻ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ അല്ല നടക്കുന്നത്. അതുമാത്രമല്ല, സെക്യൂരിറ്റിക്ക് പോയ വാൻ തിരിച്ചു വന്നതുകൊണ്ട് അവരെ എല്ലാവരെയും കൊല്ലാതെ അവിടെ നിന്ന് പോകാൻ അവർക്ക് പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് സെക്യൂരിറ്റികളെയെല്ലാം ഷൂട്ട് ചെയ്ത് കൊന്ന അവർ വീടിന്റെ പുറത്തെത്തി വീടിന് തീയിട്ട് സെക്യൂരിറ്റികളുടെ 2 വാനും എടുത്ത് അതിൽ നിറച്ച് പണവുമായി പോകുന്നു. പോകുന്ന വഴിയിൽ ബെൻ, നമ്മളിപ്പോ എന്താ അവിടെ ചെയ്തത്? ഇങ്ങനെയൊന്നുമല്ലല്ലോ നമ്മൾ പ്ലാൻ ചെയ്തത്. ആദ്യമായിട്ടാണ് ഒരു മിഷൻ ഇങ്ങനെ കുളമായി പോകുന്നത് എന്നൊക്കെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അത് വിട്ടേക്ക്, എന്തായാലും പണം മാക്സിമം കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ ഒരു എയർഫീൽഡിൽ എത്തുന്നു. ഇനി അവർക്ക് ഹെലികോപ്റ്റർ വഴിയാണ് അവിടെ നിന്ന് പോകാൻ കഴിയുകയുള്ളൂ. ഫ്രാൻസിസ്കോ പറഞ്ഞതനുസരിച്ച് അവിടെ ഒരാൾ ഹെലികോപ്റ്റർ അവർക്ക് കൊടുത്ത് ക്യാഷുമായി അവിടുന്ന് പോകുന്നു. അവിടെ തന്നെ ഇൻഫോമർ ലേഡിയും അവളുടെ ബ്രദറും അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പണം അവർ ഹെലികോപ്റ്ററിന്റെ ഉള്ളിലും ബാക്കിയുള്ളത് കെട്ടിത്തൂക്കിയിട്ടുമാണ് പോകുന്നത്. കാരണം അവർ അവിടെ നിന്ന് $250 മില്യൺ പണം എടുത്തിരുന്നു. അതുകൊണ്ട് ആ വെയിറ്റ് മൊത്തത്തിൽ ഹെലികോപ്റ്റർ താങ്ങുകയില്ല. മാത്രമല്ല, അവർക്ക് അവിടെ നിന്ന് ബീച്ച് സൈഡിലുള്ള ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. പോകുന്ന വഴിയിൽ വലിയ ഒരു മല ഉള്ളതുകൊണ്ട് ഇത്രയും വെയിറ്റുമായി അത്രയും ഹൈറ്റിൽ ഹെലികോപ്റ്റർ പറത്താനും കഴിയുകയില്ല. എങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഫ്രാൻസിസ്കോ പറയുന്നു. അപ്പോൾ ഹീറോ ഇൻഫോമർ ലേഡിയെയും അനിയനെയും ബോർഡറിൽ ഇറക്കി കൊടുക്കാമെന്ന്
കൊണ്ടുവരാമെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് അതൊന്നും പറ്റില്ല, ഇപ്പോൾ തന്നെ ഹെലികോപ്റ്റർ ഓവർവെയിറ്റ് ആണ്, ഇനി അവരെ കൂടി കയറ്റാൻ പറ്റില്ല എന്ന് ടോം പറയുന്നു. ഞാൻ അവർക്ക് പ്രോമിസ് ചെയ്തതാണെന്ന് പറഞ്ഞ് ഹീറോ അവരെ ഹെലികോപ്റ്ററിൽ കയറ്റുന്നു. എങ്ങനെയൊക്കെയോ എല്ലാവരുമായി ആ ഹെലികോപ്റ്റർ അവിടെ നിന്ന് പറന്നു പൊങ്ങുന്നു. വലിയ ഒരു കിഴി പോലെ ഹെലികോപ്റ്ററിനടിയിൽ പണം നിറച്ച ബാഗുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ ബോർഡറിലെത്തി അവളെയും അനിയനെയും ഇറക്കുന്നു. വിചാരിച്ചതിലും കൂടുതൽ പണം കിട്ടിയതുകൊണ്ട് ഹീറോ അവൾക്ക് $3 മില്യൺ കൊടുക്കുന്നു. നമ്മൾ കണക്കുകൂട്ടിയതിന് മുകളിൽ പണം ലോറിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയെങ്കിൽ തീർച്ചയായും അവിടെ ലോറിയയുടേതു കൂടാതെ മറ്റാളുകളുടെയും പണമുണ്ടാകും. അതുകൊണ്ട് അവർ നിങ്ങളെ അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നവൾ ഹീറോയോട് പറയുന്നു. ഞാനത് ഡീല് ചെയ്തു കൊള്ളാം, പക്ഷേ നീ ഒരിക്കലും ഇനി ഇവിടെ നിൽക്കരുത്, അത് സേഫ് അല്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പറഞ്ഞ് അവളോട് യാത്ര പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. അവരുടെ പ്ലാൻ അനുസരിച്ച് അവർക്ക് രക്ഷപ്പെടാനായി ഒരു ബോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനായി ആ ബോട്ട് നിൽക്കുന്ന ബീച്ച് ഏരിയയിലേക്ക് പോകണം. എന്നാൽ അവിടേക്ക് പോകുന്ന വഴിയിൽ ഒരു വലിയ മലയുണ്ട്. ആ മലയുടെ അപ്പുറത്ത് കടക്കണമെങ്കിൽ കുറഞ്ഞത് 11,000 അടി മേലെ അവർക്ക് പറക്കണം. ഇപ്പോൾ തന്നെ ഹെലികോപ്റ്റർ ഓവർവെയിറ്റ് ആണ്. മാത്രമല്ല അത്രയും വെയിറ്റ് വെച്ച് നേരത്തെ പറഞ്ഞ ഹൈറ്റിൽ ഹെലികോപ്റ്റർ പറന്നാൽ പ്രഷർ കൂടി എഞ്ചിൻ കേടാകാൻ സാധ്യതയുണ്ട്. ഫ്രാൻസിസ്കോ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും സാധിക്കാത്തതിനാൽ ഹെലികോപ്റ്ററിന്റെ വെയിറ്റ് കുറയ്ക്കാനായി ഇഷ്ടമില്ലെങ്കിലും വേറെ ഒരു വഴിയില്ലാതെ അതിലുള്ള കുറച്ച് പണം നിറച്ച ബാഗുകൾ എടുത്തവർ പുറത്തേക്ക് കളയുന്നുണ്ട്. അങ്ങനെ മലയുടെ ഹൈറ്റിൽ പറക്കാനായി ഫ്രാൻസിസ്കോ ട്രൈ ചെയ്യുമ്പോൾ ഹെലികോപ്റ്ററിൽ വാർണിംഗ് സിഗ്നൽസ് വരുന്നുണ്ട്. മൊത്തത്തിൽ ഹെലികോപ്റ്റർ വിറച്ച് മല കടക്കുമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ ഗിയർ ബോക്സ് ഡാമേജ് ആയി വീണ്ടും താഴേക്ക് വരുന്നു. ഹെലികോപ്റ്റർ ക്രാഷ് ലാൻഡ് ചെയ്യാനായി പോകുന്ന സമയത്ത് അതിന്റെ അടിയിൽ പണക്കിഴി കെട്ടിയിരുന്നതുകൊണ്ട് അപകടം സംഭവിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവർ അത് കട്ട് ചെയ്തു വിടുന്നു. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കാതെ ക്രാഷ് ലാൻഡ് ചെയ്യുന്നു. എല്ലാവരും യാതൊരു അപകടവും കൂടാതെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവർ ലാൻഡ് ചെയ്തത് ഒരു കഞ്ചാവ് കൃഷി ചെയ്യുന്ന സ്ഥലത്താണ്. അവിടെയുള്ളവരുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് 2 ടീമായി പോകാമെന്ന് ടോം പറയുന്നു. ഒരു ടീമിൽ ടോമും ഹീറോയും അവരോട് സമാധാനത്തിൽ സംസാരിച്ചു കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പോകുകയും മറ്റേ ടീം അവരെ കവർ ചെയ്യാനായും പോകുന്നു. സമാധാനത്തിൽ സംസാരിക്കാൻ പോയവർ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി ടോം പെട്ടെന്ന് അവിടെയുള്ള കുറച്ചാളുകളെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ രംഗം വഷളാകുകയാണ്. ടോം ഷൂട്ട് ചെയ്ത ഒരാളുടെ മകനെയും അവിടെ കാണിക്കുന്നുണ്ട്. മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്ന ടോം ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അയാൾക്ക് ആ പാവം ആളുകളെ ഷൂട്ട് ചെയ്തതിൽ നല്ല കുറ്റബോധമുണ്ട്. ഈ മിഷന് വേണ്ടി ഇറങ്ങുമ്പോൾ ആരെയും കൊല്ലുകയില്ല, വേദനിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പണത്തിനു വേണ്ടി കുറെ ആളുകളെ ഇപ്പോൾ തന്നെ അവർ കൊന്നു കളഞ്ഞിരിക്കുന്നു. ഹീറോ ആ ഗ്രാമത്തിന്റെ തലവനുമായി സംസാരിച്ച് കുറച്ച് പണവും അവർക്ക് കൊടുത്ത് എല്ലാം സെറ്റാക്കി അവിടെ നിന്ന് കുതിരകളുടെ മേൽ പണത്തിന്റെ ബാഗും കെട്ടിവെച്ച് അവിടെ നിന്ന് പോകുന്നു. നേരത്തെ ടോം ഷൂട്ട് ചെയ്തു കൊന്ന ആളുടെ മകൻ അയാളുടെ മുമ്പിൽ ദേഷ്യത്തിൽ വന്നു നിൽക്കുന്നു. ടോം അവനോട് സോറി പറയുന്നുണ്ട്. ഇത് കണ്ട ഗ്രാമത്തലവൻ അവനോട് അവരെ കടത്തിവിടാൻ പറയുമ്പോൾ അവനും വേറെ വഴിയില്ലാതെ അവരെ പോകാൻ അനുവദിക്കുന്നു. അങ്ങനെ കുറെ ദൂരം കാട്ടിലൂടെ നടന്ന് മഴ പെയ്യുമ്പോൾ അവർ ഒരു സ്ഥലത്ത് ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നു. നടന്ന കാര്യങ്ങളിൽ എല്ലാവർക്കും വിഷമമുണ്ടെങ്കിലും അവർ പരസ്പരം കുറ്റപ്പെടുത്താതെ എപ്പോഴും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നുണ്ട്. വില്യമിന് ലോറിയന്റെ അവിടെ വെച്ച് വെടികൊണ്ടതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു പുഴ കടന്ന് കാട്ടിലൂടെ കുറെ ദൂരം പോയി ഒരു ക്ലിഫിന്റെ സൈഡിലൂടെയുള്ള ഇടുങ്ങിയ വഴിയിലൂടെ പോകുമ്പോൾ അവരുടെ ഒരു കുതിര കാല് തെറ്റി താഴത്തേക്ക് വീഴുന്നു. അതിന്റെ മേലെ കെട്ടിവെച്ചിരുന്ന ക്യാഷ് എല്ലാം ചിന്നിച്ചിതറി പോകുന്നത് കാണിക്കുന്നുണ്ട്. ആ പണം അങ്ങനെ വെറുതെ പോകുന്നത് കണ്ട ടോം ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നത് അതും ഒരു ജീവനാണ്, ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാമായിരുന്നു. മാത്രമല്ല നിങ്ങളുടെ ഒരാളുടെ അത്യാഗ്രഹം കാരണമാണ് ഈ മിഷൻ ഇങ്ങനെ ആയത് എന്ന് ഹീറോ ടോമിനോട് പറയുന്നു. മര്യാദയ്ക്ക് 75 മില്യൺ എടുത്ത് പ്ലാൻ അനുസരിച്ച് പോകുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ബോട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഹൈറ്റ് ഉള്ള മലയുടെ അവിടെ എത്തുമ്പോൾ ബാഗുകൾ കയറിട്ട് കെട്ടി മുകളിലേക്ക് കയറ്റുന്നു. കുതിരകൾക്ക് അത്രയും ഹൈറ്റ് കയറാൻ സാധിക്കാത്തത് കൊണ്ട് അതിനെ അവിടെ ഉപേക്ഷിച്ച് അവർ പണവുമായി പോകാൻ തീരുമാനിക്കുന്നു. ടോമും ഹീറോയും കൂടി ബാഗുകളെല്ലാം മുകളിലേക്ക് കയറ്റി ക്ഷീണിച്ച് റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഹീറോ നേരത്തെ അങ്ങനെയൊക്കെ ടോമിനോട് പറഞ്ഞതിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞ് അവർ തമ്മിൽ വീണ്ടും സെറ്റാകുന്നു. അവരിപ്പോൾ മഞ്ഞുമലകളുടെ അടുത്തെത്തിയതുകൊണ്ട് അന്നത്തെ രാത്രി തണുപ്പിൽ നിന്ന് അതിജീവിക്കാനായി വേറെ വഴിയില്ലാതെ ഒരു ബാഗിൽ ഉണ്ടായിരുന്ന പണം മുഴുവൻ എടുത്ത് കത്തിച്ച് ആ ചൂടിൽ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടുന്നു. അടുത്ത ദിവസം രാവിലെ കുതിരകളില്ലാത്തതുകൊണ്ട് അവർക്ക് 5 പേർക്കും എടുക്കാവുന്നതിനും കൂടുതൽ ബാഗുകൾ ഉള്ളതിനാൽ എല്ലാവരും അവശരായിരിക്കുന്നു. ബാഗുകളും എടുത്ത് അവിടെ നിന്ന് പോകുന്ന സമയത്ത് മലയുടെ മുകളിൽ നിന്നും അവർക്കു നേരെ കുറെ ബുള്ളറ്റുകൾ വരുന്നു. ആരാണ് അവരെ ഷൂട്ട് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ടോം ഗണ്ണിന്റെ ലെൻസ് വഴി നോക്കുമ്പോൾ മലയുടെ മുകളിൽ ഒരാൾ മാത്രം തനിയെയാണ് അവരെ ഷൂട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നു. അതിനാൽ ടോം അയാളെ ഷൂട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ നിന്ന് വേറെ
ഒരാൾ വന്ന് ടോമിന്റെ തലയിൽ ഷൂട്ട് ചെയ്ത് ടോമിനെ കൊല്ലുന്നു. ഇത് കണ്ട ഹീറോ ടോമിനെ ഷൂട്ട് ചെയ്ത ആളെ ഷൂട്ട് ചെയ്ത് കൊന്ന് ടോമിന്റെ അടുത്ത് പോയി നോക്കുമ്പോൾ ടോം മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. എല്ലാവർക്കും അത് കണ്ട് നല്ല വിഷമമാകുന്നുണ്ട്. നേരത്തെ ഗ്രാമത്തിൽ വെച്ച് ടോം ഷൂട്ട് ചെയ്ത് കൊന്ന ആളുടെ മകനാണ് ടോമിനെ കൊന്നത്. അയാൾ അവരെ അവിടുന്ന് തൊട്ട് ഫോളോ ചെയ്ത് റിവഞ്ച് തീർക്കാനായി ടോമിനെ കൊല്ലുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോ മരിച്ചു പോയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അവർക്ക് ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഇപ്പോൾ അവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഏകദേശം 100ഓളം ബാഗുകൾ ഉണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള ദൂരം അവർക്ക് ടോമിന്റെ ബോഡിയും ആ 100 ബാഗുകളും എടുത്ത് നടക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല ബോട്ടുമായി വരാൻ പറഞ്ഞ ആൾ ഇനി മാക്സിമം പോയാൽ ഒരു ദിവസം കൂടിയേ അവിടെ വെയിറ്റ് ചെയ്യുകയുള്ളൂ. ബോട്ടുമായി അയാൾ തിരിച്ചു പോയാൽ പിന്നെ അവർക്ക് ഈ നാട്ടിൽ നിന്നും രക്ഷപ്പെടാനായി വേറെ ഒരു വഴിയുമില്ല. നമ്മൾ 4 പേരും പിന്നെ ഈ ബാഗുകളുമായി നടന്ന് കടൽക്കരയിൽ എത്തുമ്പോഴേക്കും കുറഞ്ഞത് 5 ദിവസമെങ്കിലും എടുക്കും. അപ്പോഴേക്കും ബോട്ടുമായി വന്ന ആൾ അവിടെ നിന്ന് പോകും. അതിനാൽ ഒരാൾ മാത്രം തനിയെ അങ്ങോട്ടേക്ക് നടന്നാൽ ഒരു ദിവസം കൊണ്ട് ബോട്ടിന്റെ അടുത്തെത്താൻ കഴിയും. അപ്പോൾ നമുക്ക് അയാളെ കുറച്ചു ദിവസം കൂടി അവിടെ വെയിറ്റ് ചെയ്യാനായി അറിയിക്കുകയും ചെയ്യാം എന്ന് ഹീറോ പറയുന്നു. ബെൻ ഞാൻ പോകാമെന്ന് പറഞ്ഞ് റെഡിയായി ബോട്ടിന്റെ അങ്ങോട്ടേക്ക് യാത്രയാകുന്നു. എല്ലാവരും ടോമിന്റെ മരണത്തിൽ വളരെ വിഷമത്തിൽ ആയിരുന്നു. താനൊരു പരിപാടിക്കുമില്ല എന്ന് പറഞ്ഞ ടോമിനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നതായിരുന്നു ഹീറോ. അങ്ങനെ അടുത്ത ദിവസം ബെൻ അവിടെ തിരിച്ചെത്തി ഷിപ്പ് അവിടെ തന്നെ ഉണ്ടെന്നും ഞാൻ കുറച്ചുകൂടി ക്യാഷ് കൊടുത്ത് 3-4 ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടേ പോകുന്ന വഴിയിൽ ഒരു മാഫിയ ഗ്യാങ്ങിന്റെ സ്ഥലമുണ്ട്. എല്ലാം 20 വയസ്സുള്ള ചെറിയ പിള്ളേരാണ്. എന്നാൽ അവരുടെ കയ്യിലെല്ലാം വെപ്പൺസും ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഇത്രയും പണം എടുത്ത് നമുക്ക് ആ ഗ്യാങ് ഉള്ള ഏരിയ കടന്ന് പോകുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവരെല്ലാവരും ചെറിയ കുട്ടികളായതുകൊണ്ട് ഇനി ആരെയും കൊല്ലാനും അവർക്ക് മനസ്സില്ല. എന്തായാലും ടോമിന്റെ ബോഡി നമുക്ക് അവന്റെ ഫാമിലിയെ ഏൽപ്പിക്കണം. അതുകൊണ്ട് ബോഡിയും പിന്നെ എടുക്കാൻ പറ്റുന്ന കുറച്ച് ബാഗും എടുത്ത് ബാക്കി ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുമെന്ന് വില്യം ഹീറോയോട് പറയുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ മനസ്സില്ലാ മനസ്സോടെ അവർ കയ്യിലുള്ള 100ഓളം ബാഗിൽ 5 ബാഗ് മാത്രം എടുത്ത് ബാക്കിയുള്ള 95ഓളം ബാഗുകൾ ഒരു കൊക്ക പോലുള്ള സ്ഥലത്തേക്ക് എറിഞ്ഞു കളയുന്നു. എന്നിട്ട് ടോമിന്റെ ബോഡിയും ബാക്കിയുള്ള ബാഗുമായി അവിടെ നിന്ന് കടൽക്കരയിലേക്ക് പോകുന്നു. പിള്ളേരുടെ ഗ്യാങ്ങിന്റെ അവിടെ എത്തുമ്പോൾ ഒരു ട്രക്ക് കണ്ട് ആരുമില്ലെന്ന് കരുതി അവർ അതെടുക്കാൻ പോകുന്നു. ആ സമയത്ത് ഒരു കുട്ടി അവരെ കാണുന്നുണ്ട്. ഹീറോ അവനോട് സംസാരിച്ച് കാമാക്കി ആ ട്രക്കും എടുത്ത് അവർ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അവിടുന്ന് പോകുന്ന സമയത്ത് ആ ഗ്യാങ്ങിലെ കുട്ടികൾ 2 ട്രക്കുകളുമായി ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്ത് അവരുടെ പിന്നാലെ വരുന്നുണ്ട്. ഫ്രാൻസിസ്കോ ഒരുവിധം അവരിൽ നിന്ന് രക്ഷപ്പെട്ട് കടലിലേക്ക് ട്രക്ക് ഓടിച്ച് കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും ബെൻ അവിടെ ബോട്ടുമായി എത്തുന്നു. എന്നാലും മറ്റേ പിള്ളേർ അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ എല്ലാവരും ബോട്ടിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. കട്ട് ചെയ്ത് കാണിക്കുന്നത് നാട്ടിൽ തിരിച്ചെത്തി അവർ കൊണ്ടുവന്ന പൈസ എത്രയാണെന്നും അതിൽ എത്രയൊക്കെയാണ് ഓരോരുത്തർക്കും കിട്ടുന്നതെന്നൊക്കെ ഒരു ലേഡിയുമായി ഡിസ്കസ് ചെയ്യുന്നതാണ്. മൊത്തം 5 മില്യൺ പണമാണ് അവർക്ക് അവിടെ നിന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. ടോം മരിച്ചതുകൊണ്ട് ടോമിന്റെ ഫാമിലിക്ക് $1 മില്യൺ കൊടുക്കുന്നു. ബാക്കി എല്ലാവർക്കും അവരവരുടെ ഷെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വില്യം അവന്റെ ഷെയർ പേപ്പർ കീറിക്കളഞ്ഞ് എന്റെ ഷെയർ കൂടി ടോമിന്റെ ഫാമിലിക്ക് കൊടുക്കുവാൻ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട ബാക്കി 2 പേര് കൂടി അങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നു. അവസാനം ഹീറോ മാത്രം അവിടെ തനിയാകുന്നു. ഹീറോ ആണല്ലോ ടോമിനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. അവസാനം ടോം മരിക്കുകയും ചെയ്തു. അതിന്റെ കുറ്റബോധത്തിൽ ഇരിക്കുകയാണ് ഹീറോ. അതുകൊണ്ട് അവന്റെ ഷെയറും ടോമിന്റെ ഫാമിലിക്ക് കൊടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന ഹീറോ എല്ലാവർക്കും ഹഗ് കൊടുത്ത് ഇനി നമുക്ക് പഴയ പണി തന്നെ ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞ് ബെന്നും ഫ്രാൻസിസ്കോയും അവിടെ നിന്ന് പോകുന്നു. അവസാനം വില്യം ഹീറോയോട് ഇനി എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുന്നു. അവളെ കണ്ടുപിടിച്ച് അവളുടെ അടുത്ത് പോകണമെന്ന് ഹീറോ പറയുന്നുണ്ട്. അപ്പോൾ വില്യം ഒരു പേപ്പർ എടുത്ത് അവന് കൊടുത്ത് തീർച്ചയായും ഒരു ദിവസം നമ്മൾ ഇവിടെ പോകുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഹീറോ ആ പേപ്പറിൽ നോക്കുമ്പോൾ അതിൽ അവർ പണമടങ്ങിയ ബാക്കി ബാഗുകൾ കളഞ്ഞ സ്ഥലത്തിന്റെ കോർഡിനേറ്റ്സ് ആയിരുന്നു. അതും നോക്കി നിൽക്കുന്ന ഹീറോയെ കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. ഒരു പാർട്ട് 2-നുള്ള ഹിന്റ് കൊടുത്താണ് ഈ മൂവി അവസാനിക്കുന്നത്. ഇതിന്റെ അടുത്ത പാർട്ട് ഇറങ്ങുകയാണെങ്കിൽ അവർ ആ പൈസ എടുക്കാൻ പോകുന്നതാവാൻ സാധ്യതയുണ്ട്. ഈ മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.